സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും ഉണ്ടാകട്ടെ. ആദരണീയരായ കർത്താവിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ ജനം, പ്രത്യേകിച്ച് ഇതുവരെ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസൻ പക്ഷേ എബ്രഹാം ജോസഫ്, എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. നമുക്ക് ഒരു സന്ധ്യ കൂടെ കർത്തൃസന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പാൻ ദൈവം അവസരങ്ങളെ നൽകിയതിൽ സന്തോഷിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. സ്തോത്രം. നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം എന്ന് നമുക്കറിയാമല്ലോ. അതിൽ സർദീസിലെ സഭയ്ക്ക് യേശുക്രിസ്തു എങ്ങനെയാണ് വെളിപ്പെട്ടത്, അല്ലെങ്കിൽ സർദീസിലെ സഭയ്ക്ക് ക്രിസ്തു എങ്ങനെയാണ് തന്നെ വെളിപ്പെടുത്തിയത് എന്നുള്ളതാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതിൽ 6 കാര്യങ്ങളാണ് നാം നോക്കിയത്. അതിൽ 5 കാര്യങ്ങളെ നാം വിശദീകരിച്ചു. 6-ാമത്തേതിന് പ്രത്യേക വിശദീകരണത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 5-ാമത്തേതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് 6-ാമത്തേത്. ഓർമ്മ കാണുമല്ലോ. 1, യേശുക്രിസ്തു. ഒന്നാമത്തേത് ദൈവത്തിന്റെ 7 ആത്മാക്കൾ ഉള്ളവൻ. 2, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നവൻ. 3, എല്ലാം അറിയുന്നവൻ. ഓൾ നോയിങ് ഗോഡ്. 4, സ്തോത്രം, നിനയാത്ത നാഴികയിൽ കള്ളനെ പോലെ വരുന്നവൻ. 5, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാനും വായിക്കുവാനും അധികാരമുള്ളവൻ. സ്തോത്രം. അതായിരുന്നു നാം ഇന്നലെ പഠിച്ചത്. 6-ാമത്തേത് one who confess our names before the Father and in the presence of holy angels. പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുൻപിലും നമ്മെ ഏറ്റുകൊള്ളുവാനും തള്ളിപ്പറവാനും അധികാരമുള്ളവൻ. 5-ാമത്തേതിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. വ്യത്യാസം എത്രയേ ഉള്ളൂ. 5-ാമത്തേത് ജീവപുസ്തകത്തിൽ പേരെഴുതുക അല്ലെങ്കിൽ പേര് മായ്ച്ചു കളക എന്നുള്ളത് നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്താണ് സംഭവിക്കുന്നത്. എന്നാൽ 6-ാമത്തെ കാര്യം, നമ്മുടെ പേര് പിതാവിന്റെ മുമ്പിൽ ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഏറ്റുപറയുകയോ തള്ളിപ്പറയുകയോ ചെയ്യുന്നത് ന്യായവിധി സമയത്താണ് എന്ന് മാത്രം. The difference between 5th and 6th points. 5th, writing one's name in the book of life or blotting out from